ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം ചടയമംഗലത്തുള്ള ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ജഡായുപ്പാറ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതാ എൻ്റെ പുറകിൽ കാണുന്നതാണ് ജഡായുപ്പാറേൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ വെക്കേഷനുമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ചില സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കേട്ടോ ജഡായുപ്പാറേൻ്റെ എൻട്രൻസ് വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അതുപോലെ ഇതാ ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യമാണ്. ഒട്ടും മോശമല്ലാത്ത വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ്. നമ്മളിതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇതാ വരി നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ടിക്കറ്റ് എടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 295 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ജഡായുപ്പാറേൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേബിൾ കാർ സംവിധാനമുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് നടന്ന് കയറുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 സംവിധാനങ്ങളുണ്ട് ജഡായുപ്പാറയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ നേരെ മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മളിതാ മുകളിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കേബിൾ കാറിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഒരു ബിൽഡിങ്ങിലേക്കാണ് കയറാൻ പോകുന്നത്. വാവ്, നല്ലൊരു അടിപൊളിയൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഈ വഴിയാണ് റോപ്പ് കാറിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. ഓക്കെ, കേബിൾ കാറിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ അത്. വാ, സൂപ്പറായിട്ടുണ്ടല്ലോ, അടിപൊളി. ഒരു ലക്ഷറി ഹോട്ടലിലൊക്കെ പോയൊരു ഫീലാണ് കേട്ടോ അവിടെ. എന്തായാലും നമുക്കിനി ടിക്കറ്റ് എടുക്കണേ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടു തുടങ്ങാം. ഇതിൻ്റെ കേബിൾ കാറിൻ്റെ റേറ്റാണ് കേട്ടോ അത് 299 രൂപ. ഓക്കെ, നമ്മളങ്ങനെ ഇതാ വെയിറ്റിംഗ് ലോഞ്ചിലേക്ക് കയറി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഉള്ളിൽ ഇതാ ചെറിയൊരു കഫറ്റേരിയ ഉണ്ട്. ജ്യൂസും ചായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ് കേട്ടോ.
അപ്പോൾ ഈ വെയിറ്റിംഗ് ലോഞ്ചിൻ്റെ ഉള്ളിൽ നമുക്കിതാ എന്താ പറയുക, കുതിരവണ്ടി നമുക്കിവിടെ കാണാം. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ പോയിരുന്ന കുതിരവണ്ടിയുടെ ഒരു മിനിയേച്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. കേബിൾ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് ഇതൊക്കെ. കേബിൾ കാറിലേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ കാറിൽ കയറാനുള്ള തിരക്കാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. അപ്പുറത്ത് കേബിൾ കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കുള്ള റോപ്പ് കാർ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഐശ്വര്യമായിട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി. అరౌండ్ ఉంటాయి కదా, అందుకే టెంపరేచర్ జెంట్రీ తిరిగినట్టే ఉంది నాకు. നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മളിതാ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഏറ്റവും പുറകിലുള്ള കേബിൾ കാറിൽ കയറിയുള്ള ഗുണം ഇതാണ്, നല്ല രീതിയിൽ നമുക്ക് വ്യൂ ഒക്കെ കാണാൻ കഴിയും. താഴെ നമുക്കിതാ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ ഒരു ഹെലിപാഡ് നമുക്ക് കാണാം. బ్లూ వెళ్ళింది, ఎల్లో వచ్చి గ్రీన్. അപ്പോൾ ഒരു കിടിലൻ എന്താ പറയുക കേബിൾ കാർ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ മുകളിലുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ
giving me wind and rain. You're some kind of butterfly. Baby, you give me midnight. You whip up my appetite. Don't leave me here high and dry. Oh, well, I don't wanna jinx it, baby, and twist myself at the spine. Don't wanna overthink it, baby. It's just twist your body and mine. Baby, you give me ice and fire. You're giving me wind and rain. You're some kind of butterfly. Baby, you give me midnight. You whip up my appetite. Don't leave me here high and dry. Oh, but I don't wanna jinx it, baby. Let's not get ahead of my time. Oh, but I don't wanna miss you, baby. So I stand up and speak my mind. Oh. Baby, you give me ice and fire. You're chilling wind and rain. You're some kind of butterfly. Baby, you give me midnight. You whip up my appetite. Don't leave me here high and dry. Baby, you give me ice and fire. You're channeling wind and rain. You're some kind of butterfly. Baby, you give me midnight. You whip up my appetite. Don't leave me here high and dry. Oh, 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 വാവ്, എന്താണ് വ്യൂ! ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഈയൊരു ജടായുപ്പാറ വരുന്നത് കടൽ നിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിലാണ്. ആ ഒരു 1000 അടി ഉയരത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗംഭീര വ്യൂ കാണാൻ കഴിയുന്നത് കേട്ടോ. സൂപ്പറല്ലേ? അതുപോലെ ഇവിടെ വിശ്രമിക്കാനൊരു ഇരിപ്പിടം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുടയുടെ അടിയിൽ ചെറിയൊരു ഇരിപ്പിടം. അതുപോലെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം. ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിയും കേട്ടോ. ഇവിടുത്തെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയമാണ്. അതുപോലെ നമുക്കിവിടെ ഒരു അമ്പലം കാണാൻ കഴിയും.
എവിടെ നോക്കിയാലും ചെറുതും വലുതുമായ കുന്നുകൾ മാത്രം. അവിടെ താഴെ നമുക്കൊരു റോഡൊക്കെ കാണാൻ കഴിയും. പക്ഷെ അത് ക്യാമറയിൽ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്താണ് പറയേണ്ടത്, ഒരു വാക്ക് പോലും പറയാൻ കിട്ടുന്നില്ല. അതുപോലത്തെ വ്യൂ ആണ് കേട്ടോ. ഈ ജഡായുവിനെ കരിങ്കല്ലിൽ കൊത്തിവെച്ച ശില്പിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ മാർബിളിൽ കൊത്തിവെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അമ്പലത്തിലേക്കൊന്ന് പോവാം. അതുപോലെ ഈ അമ്പലത്തിലേക്ക് വരുന്ന വഴിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്കിവിടെ കാണാം കേട്ടോ. ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഈ ഒരു അമ്പലത്തിൻ്റെ പേര് ജഡായു രാമ ടെമ്പിൾ എന്നാണ്. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് വാനരകൂട്ടാണ്. ഇവിടെ വരുന്നവർക്ക് വാനരകൂട്ട് വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ അമ്പലം. അപ്പോൾ നമ്മൾ താഴെ ഒരു റോഡ് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് വന്ന ആ ഒരു വഴിയാണ് കേട്ടോ അത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ കാറ്റുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു അമ്പലം കേട്ടോ. ഇവിടെ വീര ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ ഇവിടെ കാണാം. ಉಲ್ಟಾ ಬರಲ್ಲ ಅಮ್ಮ, ಕ್ಯಾಮೆರಾ ಸೀದನೆ ಮಾಡುತ್ತಾರೆ. ಉಲ್ಟಾ ಯಾವತ್ತೂ ಬರಲ್ಲ. ശരിക്കും ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ഈ ഒരു ജഡായുവിൻ്റെ ശില്പത്തിൻ്റെ ഉയരം നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ശ്രീരാമൻ്റെ കാൽപാദം നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ കാൽപാദം പതിഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. പണ്ട് പ്രാചീന കാലത്ത് ഇപ്പോഴുള്ള മനുഷ്യരെക്കാൾ 3 ഇരട്ടി
ഉയരമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ നമ്മളീ കാണുന്നത് ശ്രീരാമസ്വാമിയുടെ കാൽപാദം പതിഞ്ഞ ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ഈ ഒരു ജഡായുവിൻ്റെ ശില്പത്തിനുള്ള ഉയരം നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിന് വലം വെച്ചിട്ട് പുറത്തേക്ക് പോവുകയാണേ. അപ്പോൾ ഇനി ജഡായുപ്പാറയുടെ ബാക്കിയുള്ള കാഴ്ചയും കൂടി കാണാം. ഈ ഒരു ജഡായുപ്പാറ സന്ദർശിക്കാൻ വന്ന സഞ്ചാരികളിൽ കൂടുതലും കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരാണ്. എന്ന് വെച്ച് കേരളക്കാരില്ല എന്നല്ല, വളരെ കുറവാണ്. കേരളത്തിൽ നിന്ന് പുറത്തുള്ള സഞ്ചാരികളാണ് കൂടുതലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി, ഇതായി കാണുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇനി ജഡായുപ്പാറ ഒന്നും കൂടി ഒന്ന് വലം വയ്ക്കുകയാണ്, എന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. ഈ ഒരു ജഡായുപ്പാറ എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇവിടെ മാർബിളിൽ കൊത്തി വച്ചിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ട് എന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ പണി കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മുടെ ONV കുറുപ്പിൻ്റെ ഒരു കവിതയും ഇവിടെ മാർബിളിൽ കൊത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജഡായുപ്പാറ ഞാൻ പൂർണ്ണമായും വലം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു 5 മിനിറ്റ് നമ്മളിത് അവിടെ വിശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ റോപ്പ് കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം ഇനി താഴത്തെത്തിയിട്ട് കാണാം. അപ്പോൾ അതാ നമ്മളിത് ജഡായുപ്പാറയിൽ നിന്നും താഴത്തേക്ക് പോവുകയാണ്. കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും ഉള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഈ ഒരു സ്പോട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിത് ആ റോപ്പ് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം നേരെ താഴത്തേട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ റോപ്പ് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കിവിടെ കൊച്ചു കുട്ടികൾക്കുള്ള ഗെയിമുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. അതുകൂടാതെ 12D റൈഡർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും ഇപ്പോൾ എൻജോയ് ചെയ്യുന്നില്ല. അതുപോലെ നമുക്കിവിടെ
ചെറിയൊരു സ്റ്റോള് കാണാം. ഇവിടെയും കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു റൈഡ് അത്യാവശ്യം വലിയ കുട്ടികൾക്ക് കളിക്കാൻ തരത്തിലുള്ള ഗെയിംസൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ജടായുപ്പാറയിലേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത്, ട്രെയിനിലാണ് വരുന്നതെങ്കിൽ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടുന്ന് ഓരോ 5 മിനിറ്റ് ഇടവിട്ട് കൊട്ടാരക്കര ഭാഗത്തേക്ക് KSRTC ബസ്സുകൾ അവൈലബിൾ ആണ്. ആ ഒരു ബസ്സിൽ കയറിയിട്ട് കൊട്ടാരക്കര സ്റ്റാൻഡിൽ ഇറങ്ങുക. കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ബസ്സിന് കയറി ചടയമംഗലം എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടുന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ഓട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. നടക്കുന്നത് നല്ലതാണ്. ഒരു 2 കിലോമീറ്ററൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ വേറെ ലെവലല്ലേ. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു പ്ലേസ് തന്നെയായിരുന്നു ഈ ഒരു ജടായുപ്പാറ എന്ന് പറയാൻ വേണ്ടി. ഒരു 2 മണിക്കൂർ നമുക്ക് ഈ ഒരു സ്ഥലം മുഴുവൻ നടന്ന് കാണാനുള്ള അത്രയും കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളിൽ ഒരാളെ കണ്ട് എന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.